ഈ ഫോക്സ് വാഗൺ വെൻഡോയ്ക്ക് 1.25 ലക്ഷം രൂപയാണ് വണ്ടി പണിയാനുള്ള എസ്റ്റിമേഷൻ ഉണ്ടാ. വലിയ മേജറായിട്ടുള്ള എൻജിൻ വർക്കോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. നോർമൽ ചെറിയ വർക്കുകളായിട്ട് ഓയിൽ ലീക്ക്, വാട്ടർ ലീക്ക്, മേജർ സർവീസ് അങ്ങനെയുള്ള വർക്കുകളെ കൂടെ നോക്കിയിട്ടാണ് ഈ 1.25 ലക്ഷം എസ്റ്റിമേഷൻ വന്നേക്കണേ. ഇതെന്താ ഇങ്ങനെ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ 1 lakh എബോവ് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് നമുക്ക് വണ്ടി പണിയാൻ വരും. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എമൗണ്ട് വരില്ല. കറക്റ്റായിട്ട് ഓയിലികൾ വന്നിട്ട് അപ്പോൾ ചെയ്ത് പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് എത്തൂല. അതിപ്പോൾ ഫോക്സ് വാഗൺ വെൻഡോ എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും മാരുതി സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വരും കേട്ടോ പണിയാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh എബോവ് ഓടുന്ന വണ്ടികൾക്ക് 1 lakh എബോവ് എന്നല്ല, വണ്ടികൾ ഓടിക്കുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. വണ്ടി ഒട്ടും ഓടിക്കാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലും മെയിൻ്റെനൻസ് വരും കേട്ടോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഏറ്റവും അവസാനം ഇത്രയും വലിയൊരു എമൗണ്ട് വന്നിട്ട് അയ്യോ വണ്ടിക്ക് ഇത്രയും പൈസ ഇല്ലതുകൊണ്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊണ്ട വർക്കുകൾ അപ്പോൾ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ടിലോട്ട് എത്തില്ല. ഇപ്പോൾ വണ്ടിക്ക് 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വണ്ടിക്ക് വില ഉണ്ടാവുള്ളൂ. പക്ഷേ വണ്ടി പണിത് വരുമ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടവേളകൾ സർവീസ് ചെയ്യുക, പീരിയോഡിക്കൽ സർവീസ് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഓയിൽ ലീക്സോ വാട്ടർ ലീക്സോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്ത് പോവുക. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ലീക്ക് വാട്ടർ ലീക്കൊക്കെ വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല കൊണ്ടെടുക്കാം. ഇത്രയും വലിയൊരു എമൗണ്ടിലോട്ട് എത്തിക്കാതിരിക്കുകയും ചെയ്യാം കേട്ടോ.